ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകളുണ്ടെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും വിവരങ്ങൾ ഓഡിറ്റിന് ലഭ്യമാക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേവസ്വം ബെഞ്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ആളൂരിൽ ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ വയോധികന്റെ ജീവൻ രക്ഷിച്ച് പോലീസ്. പൂക്കാട്ടുപടി സ്വദേശി മരോട്ടിക്കൽ വീട്ടിൽ ഇക്ബാൽ എന്ന ആളെയാണ് ആളൂർ പോലീസ് സംഘം രക്ഷപ്പെടുത്തിയത്. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കുട്ടിയാനകൾ ഉൾപ്പെടെ നിരവധി ആനകൾ മേഖലയിൽ തമ്പടിച്ചതോടെ തോട്ടം തൊഴിലാളികളും പ്രദേശവാസികളും ആശങ്കയിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകളുണ്ടെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും വിവരങ്ങൾ ഓഡിറ്റിന് ലഭ്യമാകാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേവസ്വം ബെഞ്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുന്നതിലും ദേവസ്വം വീഴ്ച വരുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര വീഴ്ചകളുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ദേവസ്വം ബെഞ്ചിന്റെ വിമർശനം. ഓൺലൈൻ വഴിപാടുകളും ഡിജിറ്റൽ പണമിടപാടുകളും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ഓഡിറ്റിന് ആവശ്യമായ ലോഗിൻ വിവരങ്ങളും അനുബന്ധ രേഖകളും ദേവസ്വം ബോർഡ് കൈമാറിയിട്ടില്ലെന്ന് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുന്നതിലും ദേവസ്വം വീഴ്ച വരുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. 43 വർഷമായി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ സമഗ്ര ഓഡിറ്റ് നടത്തിയിട്ടില്ലെന്നും സ്വർണം, വെള്ളി, വെങ്കലപാത്രങ്ങൾ, കുങ്കുമപ്പൂവ് ഉൾപ്പെടെയുള്ള ആസ്തികളുടെ കൃത്യമായ രജിസ്റ്റർ പോലും പലപ്പോഴും സൂക്ഷിക്കുന്നില്ലെന്നുമാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. വിഷയം ഗൗരവമായി പരിഗണിച്ച ഹൈക്കോടതി സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് ഹാജരായി ഇതുവരെയുള്ള കണ്ടെത്തലുകളും പരിഹരിക്കേണ്ട പോരായ്മകളും വിശദീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിൽ കൂടുതൽ സുതാര്യവും ആധുനികവുമായ ഭരണ സംവിധാനം ഉറപ്പാക്കുന്നതിനുള്ള ശുപാർശകളും സമർപ്പിക്കണമെന്നും ക്ഷേത്രത്തിലെ സാമ്പത്തിക ഇടപാടുകൾ കർശനമായ സുതാര്യത ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മീഡിയ ടൈം, ഗുരുവായൂർ. മാള യഹൂദ സെമിത്തേരിയോട് ചേർന്നുള്ള സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പൊതുസൗകര്യങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യവുമായി മാള സോഷ്യൽ ഫോറം സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ചസ്. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. യഹൂദ സെമിത്തേരിയോട് ചേർന്നുള്ള സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, ഓപ്പൺ സ്റ്റേജ്, വയോജന ക്ലബ്ബ് എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശം പുരാവസ്തു വകുപ്പിന്റെ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഡീനോട്ടിഫൈ ചെയ്യുന്നതിനും മുസ്രിസ് ഹെറിറ്റേജ് പ്രൊജക്ട് ലിമിറ്റഡുമായുള്ള നിലവിലെ ധാരണാപത്രം ഭേദഗതി ചെയ്ത് പൊതുജനോപയോഗം പുനഃസ്ഥാപിക്കുന്നതിനുമായി മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തര പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാള സോഷ്യൽ ഫോറം സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ചസിന്റെ പ്രസിഡന്റ് ഷാൻഡി ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. കേരള സർക്കാരും മാള ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഏകദേശം 10 കോടി ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, ഓപ്പൺ സ്റ്റേജ്, വയോജന ക്ലബ്ബ് തുടങ്ങിയ പൊതുസൗകര്യങ്ങൾ നിലവിൽ ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പുരാവസ്തു വകുപ്പിന്റെ നോട്ടിഫിക്കേഷനും തുടർന്ന് മുസ്ലിസ് ഹെറിറ്റേജ് പ്രോജക്റ്റുമായുള്ള ധാരണാപത്രവും നിലവിൽ വന്നതോടെയാണ് സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെട്ടതെന്നും ആരോപണമുണ്ട്. ഇതുമൂലം പൊതുസൗകര്യങ്ങൾ കാടുകയറി നശിക്കുകയാണെന്നും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി ഇവ വീണ്ടും തുറന്നുകൊടുക്കേണ്ടത് അനിവാര്യമാണെന്നും നിവേദനത്തിൽ പറയുന്നു. സ്റ്റേഡിയം ഉൾപ്പെടുന്ന ഭാഗമെങ്കിലും ഡീനോട്ടിഫൈ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കണമെന്ന് യുവജനക്ഷേമ കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് വിവിധ യോഗങ്ങളിൽ നിർദ്ദേശിച്ചിരുന്നുവെന്നും നിവേദനത്തിൽ പരാമർശിക്കുന്നു. നിലവിലെ ധാരണാപത്രം ഭേദഗതി ചെയ്ത് പൊതുസൗകര്യങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന തരത്തിൽ പുതിയ MOU തയ്യാറാക്കണമെന്നും സ്റ്റേഡിയത്തിന് മാള യഹൂദ സ്മാരക സ്റ്റേഡിയം എന്ന പേര് നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. മീഡിയ ടൈം, മാള. ആളൂരിൽ ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ വയോധികന്റെ ജീവൻ രക്ഷിച്ച് പോലീസ്. പൂക്കാട്ടുപടി സ്വദേശി മരോട്ടിക്കൽ വീട്ടിൽ ഇക്ബാൽ എന്ന ആളെയാണ് ആളൂർ പോലീസ് സംഘം രക്ഷപ്പെടുത്തിയത്. നൈറ്റ് പട്രോളിംഗ് സംഘത്തിന്റെ സംയോജിതമായ ഇടപെടലാണ് പരിക്കേറ്റയാളെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായകമായത്. ആളൂർ കാൽവരിക്കുന്ന് പള്ളിക്ക് സമീപമുള്ള റെയിൽവേ ലൈനിൽ ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ പൂക്കാട്ടുപടി മരോട്ടിക്കൽ വീട്ടിൽ 61 വയസ്സുള്ള ഇക്ബാലിനെയാണ് ആളൂർ പോലീസ് സംഘം രക്ഷപ്പെടുത്തിയത്. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന 163006 ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ
ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇക്ബാൽ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ് നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന GSI ജെയ്സൺ, CPOമാരായ രാകേഷ്, അനൂപ് എന്നിവരടങ്ങിയ പോലീസ് സംഘം ഉടൻ സ്ഥലത്തെത്തി. റെയിൽവേ ലൈനിന് സമീപം നടത്തിയ തിരച്ചിലിലാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ഇക്ബാലിനെ കണ്ടെത്തിയത്. പരിക്കേറ്റ ഇക്ബാലിനെ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും എത്തിച്ചു. മീഡിയ ടൈം, ആളൂർ. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കുട്ടിയാനകൾ ഉൾപ്പെടെ നിരവധി ആനകൾ മേഖലയിൽ തമ്പടിച്ചതോടെ തോട്ടം തൊഴിലാളികളും പ്രദേശവാസികളും ആശങ്കയിലാണ്. വെള്ളിക്കുളങ്ങര പഞ്ചായത്തിലെ ചൊക്കന മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. തോട്ടത്തോട് ചേർന്നുള്ള പുഴയോരത്താണ് കുട്ടിയാനകൾ ഉൾപ്പെടെ നിരവധി കാട്ടാനകൾ എത്തിയത്. ആനകൾ കൂട്ടമായി പ്രദേശത്ത് തമ്പടിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലായി. വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ കാട്ടാന ശല്യം പതിവാണെങ്കിലും ഇത്രയും വലിയ ആനക്കൂട്ടത്തിന്റെ സാന്നിധ്യം ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കാട്ടാനകളുടെ നീക്കങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. പ്രദേശവാസികളും തോട്ടം തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും രാത്രി സമയങ്ങളിൽ വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലേക്ക് അനാവശ്യമായി പോകുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. ചാലക്കുടി നഗരത്തിലെ ഫ്ളാറ്റിൽ ബാത്റൂമിന്റെ സീലിംഗിനുള്ളിൽ നിന്ന് മരപ്പട്ടി കുഞ്ഞുങ്ങളെ പിടികൂടി. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി മാറ്റി. ടൗണിലെ വിവിധ വാർഡുകളിലും മരപ്പട്ടികളുടെ സാന്നിധ്യം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ചാലക്കുടി പോലീസ് സ്റ്റേഷന് സമീപത്തെ പാലസ് ഹൈറ്റ്സ് ഫ്ളാറ്റിൻ്റെ 1ാം നിലയിലെ ബാത്റൂമിൻ്റെ സീലിംഗിനുള്ളിൽ നിന്നാണ് മരപ്പട്ടി കുഞ്ഞുങ്ങളെ വനംവകുപ്പ് പിടികൂടിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാത്റൂമിന് സമീപം രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സീലിംഗ് പൊളിച്ചു മാറ്റി മരപ്പട്ടി കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ദീപുവിൻ്റെ നേതൃത്വത്തിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പിടികൂടി മാറ്റി. അതേസമയം കുഞ്ഞുങ്ങളുടെ തള്ളമരപ്പട്ടിയെ പിടികൂടുന്നതിനായി പ്രദേശത്തെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നഗരത്തിൽ തെരുവുനായ ശല്യത്തിനൊപ്പം മരപ്പട്ടികളുടെ ശല്യവും വർദ്ധിച്ചു വരുന്നു എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ടൗണിലെ വിവിധ വാർഡുകളിലും മരപ്പട്ടികളുടെ സാന്നിധ്യം നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ഷോളയാറിൽ തുമ്പിക്കൈയിൽ മുറിവേറ്റ നിലയിൽ കാട്ടാന. ഷോളയാർ വനമേഖലയിലാണ് തുമ്പിക്കൈയിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയത്. കുട്ടിയാന അടക്കമുള്ള കൂട്ടത്തിലെ പിടിയാനയുടെ തുമ്പിക്കൈയിലാണ് വട്ടത്തിൽ മുറിവേറ്റിരിക്കുന്നത്. ചാലക്കുടി വൈസ്മെൻ മെയിൻ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവും നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് കരിപ്പായി അധ്യക്ഷനായി. ഈ വർഷത്തെ കലാഭവൻ മണി അവാർഡ് മിമിക്രി കലാകാരൻ കലാഭവൻ ജോഷിക്ക് നഗരസഭ ചെയർപേഴ്സൺ ആലിസ് ഷിബു സമ്മാനിച്ചു. നഗരസഭ പ്രതിപക്ഷ ലീഡർ ജിൽ ആന്റണി, മെഡ്സ് കണ്ണുകാടൻ, ജോൺ ആളുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. പ്രമുഖ വിവർത്തന സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന EK ദിവാകരൻ പോറ്റിയുടെ 21ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. KGS അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജീവിതത്തിന്റെയുമായ അന്തസ്സത്ത് നമ്മളിലേക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ നാം ഇങ്ങനെ എടുത്തു നോക്കിക്കഴിയുമ്പോൾ അതിവിപുലമായ വിവർത്തന സാഹിത്യം കേരളത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ വിവർത്തകരിൽ ഒരാൾ വള്ളത്തോൾ തന്നെയാണ്. 24ാമത്തെ വയസ്സിൽ അദ്ദേഹം ഋഗ്വേദം വിവർത്തനം ചെയ്തു. അത് വിവർത്തനത്തിന്റെ എല്ലാം മറ്റടിച്ച് ആദ്യ സെറ്റുമായിട്ട് കൊച്ചിയിൽ ചെറുപ്പത്തിൽ പരീക്ഷ മുമ്പേ കണ്ടു ഒരു ഉണ്ടായി. അതിലും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പരീക്ഷത്ത് പറഞ്ഞത് തനിക്ക് ഈ പുസ്തകത്തെ ഗ്രന്ഥത്തെ സ്പർശിക്കാൻ തന്നെ അർത്ഥമില്ലാത്തതാണ്. അത് ആ ഒരു അന്തരമുണ്ട്. ഫ്യൂഡൽ രാജാവ്, ഫ്യൂഡൽ അധികാരി. ചടങ്ങിൽ ദിവാകരൻ പോറ്റിയുടെ പേരുള്ള 20,000 രൂപയും സ്മൃതി ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന വിവർത്തന പുരസ്കാരം അദ്ദേഹം തുമ്പൂർ ലോഹിതാക്ഷന് നൽകി. ഗ്രാമിക ആരംഭിക്കുന്ന EK ദിവാകരൻ പോറ്റി സ്മാരക വായനശാല ആൻഡ് ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനവും KGS നിർവഹിച്ചു. കവി PN ഗോപികൃഷ്ണൻ അധ്യക്ഷനായി. ഇന്ത്യൻ ഭരണഘടനയും പൗരത്വ സങ്കല്പവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് VN ഹരിദാസ് സ്മാരക പ്രഭാഷണവും
പ്രൊഫസർ കുസുമം ജോസഫ് അനുസ്മരണ പ്രസംഗവും നടത്തി. ഡോക്ടർ ടി.എം. സോമലാൽ, ഗ്രാമിക പ്രസിഡന്റ് പി.കെ. കിട്ടൻ, സെക്രട്ടറി എൻ.പി. ഷിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലിഫ് ടാലന്റ് ടെസ്റ്റ് തൃശൂർ ജില്ലാതല മത്സരം കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം ക്യാമ്പസിൽ നടന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ. സക്രിയ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മുഹ്സിൻ പാടൂർ അധ്യക്ഷത വഹിച്ചു. KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് M.A. സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. അഹമ്മദ് അനസ് മൗലവി വിശിഷ്ടാതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ അംജദ് സ്വലാഫി, അനസ് ബാബു, മുഹ്സിൻ, VI M.A. ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന OS സത്യനെ പെരിഞ്ഞനത്ത് അനുസ്മരിച്ചു. KK വത്സരാജ് MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ NR ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നവലോകക്രമവും പ്രാദേശിക വികസനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. TK മീരാബായ് സത്യനെ അനുസ്മരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു മികച്ച ശുചിത്വരഹിത വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. റിട്ടയർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഭാഷാ സമര അനുസ്മരണവും നടത്തി. കയ്പമംഗലം ബുസ്താനുൽ ഉലാമിൽ നടന്ന അനുസ്മരണ പരിപാടി RADF സംസ്ഥാന പ്രസിഡന്റ് സലാഹുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്തു. PA ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KA അബ്ദുൽ ഹസീബ് മുഖ്യപ്രഭാഷണം നടത്തി. VH ഇസ്ഹാബ്, MA സാദിഖ്, EK ഇബ്രാഹിംകുട്ടി, മുഹമ്മദ് ഷാറൂഫ്, ഡോക്ടർ അംജദ് അമീൻ സ്വലാഫി, PK അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകളുണ്ടെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും വിവരങ്ങൾ ഓഡിറ്റിന് ലഭ്യമാക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേവസ്വം ബെഞ്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ആളൂരിൽ ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ വയോധികന്റെ ജീവൻ രക്ഷിച്ച് പോലീസ്. പൂക്കാട്ടുപടി സ്വദേശി മരോട്ടിക്കൽ വീട്ടിൽ ഇക്ബാൽ എന്ന ആളെയാണ് ആളൂർ പോലീസ് സംഘം രക്ഷപ്പെടുത്തിയത്. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കുട്ടിയാനകൾ ഉൾപ്പെടെ നിരവധി ആനകൾ മേഖലയിൽ തമ്പടിച്ചതോടെ തോട്ടം തൊഴിലാളികളും പ്രദേശവാസികളും ആശങ്കയിൽ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.